ജീത്തു ജോസഫ് ഡയറക്ടറിൽ നുണക്കുഴി, പിങ്ക് പാന്തർ, ആട് സീരീസ്, പഴയ പ്രിയദർശൻ സിനിമകളുടെ ആ ഒരു കോമഡി തിരിച്ചു കൊണ്ടുവരുന്ന സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. തെറ്റുകളുടെയും നുണകളുടെയും ഒരു സിനിമയാണെന്ന് പറയാം. ജീത്തു ജോസഫ് അടിപൊളിയായി ഡയറക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സസ്പെൻസ് ത്രില്ലേഴ്സിന് ശേഷം ഇങ്ങനെ ഒരു കോമഡി എന്റർടൈനർ എക്സിക്യൂട്ടീവ് വെച്ചാൽ നല്ലൊരു കേപ്പബിലിറ്റിയുള്ള ഡയറക്ടറിന് മാത്രമേ സാധിക്കുള്ളൂ. ഏതായാലും ആ ബ്രാൻഡ് നെയിം നല്ല ജസ്റ്റിസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ പാരലൽ സ്റ്റോറീസ് ഒന്നിക്കുന്ന കൈൻഡ് ഓഫ് സ്ക്രീൻ പ്ലേ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് വളരെ നന്നായിട്ട് തന്നെ കെ ആർ കൃഷ്ണകുമാർ എഴുതിയിട്ടുണ്ട്. ഡയറക്ഷൻ റൈറ്റിങ്ങിന് ശേഷം ഇതിലെ ബേസിൽ ജോസഫിന്റെ പെർഫോമൻസ് യൂഷ്വൽ റോളാണെങ്കിൽ പോലും അഴിഞ്ഞാട്ടം തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ആ ഒരു കോമിക് ടൈമിങ്ങും ആ ഓരോ എക്സ്പ്രഷൻസും അടിപൊളി തന്നെയായിരുന്നു. അതേപോലെ തന്നെ ബേസിലിൻ്റെ കൂടെ ഗ്രേസി ആന്റണി തകർത്തിട്ടുണ്ട്. പിന്നെ സിദ്ദീഖ്, മനോജ് കെ ജയൻ, അൽതാഫ്, ബിനു പപ്പു, ബൈജു എല്ലാവരും തകർന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ നല്ല നല്ല മെമ്മറബിൾ ആൻഡ് ഫൺ റോൾസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിഷ്ണു ശ്യാമിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. ആ നല്ല ഫൺ ആൻഡ് വൈബ് തരുന്നുണ്ട്. ഇടയ്ക്ക് ലൗഡ് ആവുമെങ്കിൽ പോലും സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് എല്ലാം ആ ഒരു ഫ്ലോയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 hours 5 minutes ആണ് സിനിമ റൺ ടൈം. നമുക്കൊരു ഡൗൺ ആയി പോകുന്ന മൊമെന്റ്സ് ഫീൽ ചെയ്യണമെങ്കിൽ വല്ലത് ഫസ്റ്റ് ഹാഫിലാണ് ഫീൽ ചെയ്യുക. സെക്കൻഡ് ഹാഫ് വളരെ എന്റർടൈനിങ് ആയിട്ട് സമയം പോകണമെന്ന് അറിയില്ല. ഓവറോൾ എല്ലാവരുടെയും ടൈപ്പ് ഓഫ് കോമഡി എന്റർടൈനർ ആണെന്ന് ഞാൻ പറയുന്നില്ല. പേഴ്സണലി ഒരു വട്ടം എൻജോയ് ചെയ്ത് ചിരിച്ച് കാണാൻ പറ്റിയ സിനിമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നുണക്കോഴി.